നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീട്ടിലൊന്നും പോകുന്നില്ലെന്ന് എല്ലാവരും ഓർക്കും. ഒരു ദിവസം തന്നെ ഒന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഒരേ ഡ്രസ്സിലൊക്കെ നിൽക്കുന്നത്. ഡ്രസ്സ് നോക്കി വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട്, അയ്യോ അത് ഞാൻ വീഡിയോ കണ്ടതാണെന്ന് പറയും. പക്ഷേ വീഡിയോയ്ക്കുള്ളിൽ വേറെ സാധനമായിരിക്കും. ഇതൊരു ഡിസൈനർ സാരി പോലെ വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ചന്തേരിയുടെ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ മുന്താണിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് മുന്താണിയിൽ ഇങ്ങനെ വീതി കൂടിയ സ്ട്രൈപ്സ്. ഇതിപ്പോൾ ഒരു ഗോൾഡൻ സെറി ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഗോൾഡൻ സെറി ആണെന്ന് പറയാം, അത്രേ ഉള്ളൂ. അത്രയ്ക്കൊരു ചെറിയൊരു ഗോൾഡൻ. ബോഡിയിലോട്ട് വരുമ്പോൾ ഈ ഒരു ലൈൻസ് വരും. നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാരി അത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ഡിസൈനർ സാരിയുടെ ഒരു ടച്ച് കിട്ടും. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ. ഇതുണ്ടോ, ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ. ചന്തേരിയുടെ ഒരു സെമി ചന്തേരി മെറ്റീരിയലാണ്. നല്ല സാരിയാണ്. ഒരു വെറൈറ്റി നോക്കുന്ന ആൾക്കാർക്ക് നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കളറുള്ളൊരു മാലയൊക്കെ ഇടുവാണെങ്കിൽ നല്ല ഗെറ്റപ്പാണ്. ഡെയിലി പോകുമ്പോൾ ഉടുക്കാം. പിന്നെ വൈറ്റ് പ്രേമികൾക്ക്, സിമ്പിൾ വെയേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ പറ്റും. അതിൻ്റെ 3 കളറാണിപ്പം ഉള്ളത്. അത് ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡായിരുന്നു. ഇത് കണ്ടിട്ട് വന്നിട്ട് ഒരു ഗ്രേയുടെ ഷെയ്ഡാണ്. ഇത് മുന്താണിയാണ്, ഈ വീതി കൂടിയ ഭാഗം. ബോഡിയിലോട്ട് വരുമ്പോൾ വീതി കുറഞ്ഞ് വരും. കണ്ടോ, ഇങ്ങനെ വീതി കുറഞ്ഞിരിക്കും. ഇതാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഇതാട്ടോ, ഇതാണ് ട്രാൻസ്പെറൻസി. ഇത് ഇച്ചിരി കട്ടി കുറവ് തോന്നിക്കും, പക്ഷേ ആ ലൈൻസ് ഉള്ളതുകൊണ്ട് അത് ഫീൽ ചെയ്യത്തില്ല. നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ലൊരു വെറൈറ്റി ലുക്കാണ്. ഇനി അടുത്തത് ബ്ലൂ, അതിൻ്റെ തന്നെ ബ്ലൂ. ഇതിനകത്ത് ആദ്യത്തേതിനകത്ത് ഹൈലൈറ്റ് ഒരു ബ്ലൂ, വേറൊരു ബ്ലൂ ആയിരുന്നു, ടീൽ ബ്ലൂവിൻ്റെ ഒരു ഇതായിരുന്നു. അടുത്തത് ഗ്രേ ആയിരുന്നു. ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ബ്ലൂ ആണ്, പീക്കോക്ക് ബ്ലൂ. ഇത് വരും ബോഡി. ഉണ്ടോ താഴേക്ക്. ഇത് സാരി ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്കൊരു എടുപ്പൊന്നും തോന്നത്തില്ല, നമുക്ക് പല ലുക്കും തോന്നും. പക്ഷെ ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു സാധനം ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നല്ല രസമാണ്. ഭയങ്കര എന്നാ പറയുന്നത്, ഒരു വെറൈറ്റി ലുക്കാണ്. നമ്മൾ മടക്കി വെച്ചേക്കുമ്പം കാണുന്ന ആ ഒരു സാധനം അല്ലാതെ വരുമ്പോൾ ഇതിന് ഇനിയുണ്ടോ. ഇതേ ലാവണ്ടർ ഷെയ്ഡ്. ബോഡിയിൽ ഇങ്ങനെ ലാവണ്ടർ വരും. മുന്താണിക്ക് ഇങ്ങനത്തെ അല്ല. ഇത് കണ്ടോ, ഇതാണ് മുന്താണി. ചർച്ചിലും ടെമ്പിള് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല ഉടുക്കാൻ നല്ല സാരി. ഇനി വേറൊരു ടൈപ്പ് സാരി കാണിക്കാം. സിമ്പിൾ സാരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, എന്നെപ്പോലെ എനിക്ക് ഇങ്ങനത്തേതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഇതും എനിക്ക് തോന്നുന്നു വിചിത്രയാണോ കാശ്മീരിയാണോ മെറ്റീരിയൽ. ഇച്ചിരി കൂടിയ വിചിത്ര സിൽക്ക് തന്നെയാണ്, കാശ്മീരി അല്ല. എന്നിട്ടുണ്ടല്ലോ ഇതിൽ കൂടെ ഇങ്ങനെ ഒരു കോപ്പർ ഇത് കൊടുത്തിരിക്കുക, വർക്ക്. ഇങ്ങനെ ഫുള്ള് ബോഡിയിൽ ഇങ്ങനെ വർക്ക് കൊടുത്തിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ ടാസിലിന് വരുന്ന കളർ, ബോഡിയെല്ലാം ഒന്ന് തന്നെ, സാരിയുടെ ബോഡിക്കെല്ലാം ഒരേ ഒരു കളർ. ടാസിലിന് വരുന്ന കളറിനനുസരിച്ച് ബ്ലൗസിൻ്റെ കളർ വ്യത്യാസം വരും. ബ്ലൗസും വിചിത്ര സിൽക്കാണ്. നല്ലൊരു എന്താ പറയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം. അങ്ങനെ കൂട്ടിയാൽ മതി. കണ്ടോ, ഇങ്ങനെ നല്ല ഒരു കോപ്പറാണ് ഏറ്റവും കൂടെ. ഇതൊരു വീവിങ് പോലെ പോയി, വീവിങ് അല്ല, ഈ പ്രിൻ്റ് പോലെ ഡിസൈൻ പോലെ പോയിരിക്കുന്നത്. എന്നിട്ട് ബ്ലൗസ് ഇങ്ങനെ വരും. ഇനി അതിൻ്റെ ബ്ലൗസ് മാറി വരും. ഇതുണ്ട് അടുത്തത് ഇത്. അപ്പോൾ അത് ടാസിൽ ഇങ്ങനെ വരും. ബ്ലൗസ് ഈ ഒരു ഡാർക്ക് റാണി പിങ്ക് അല്ലെങ്കിൽ പർപ്പിൾ കളറ്. അടുത്തതിൻ്റെ മെറൂൺ വരും. അപ്പോൾ അതിന് മെറൂണ് നല്ലതായി. എനിക്കത് പറഞ്ഞു തരാൻ അറിയത്തില്ല. നിങ്ങളൊന്നും അത് ഗെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം. ഇത് വയലറ്റ് ടാസിൽ വരുമ്പോൾ ഇങ്ങനെ വരും. ഇത് രണ്ടും കൂടെ നല്ല ഇതിന് ലൈനിങ് ഒക്കെ വെച്ച് തയ്ച്ചിട്ടിട്ട് നല്ല ഭംഗിക്ക് നല്ല ഒതുങ്ങി കിടന്നോളുകയും ചെയ്യും. പിന്നെ അതിന് ചേരുന്ന ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു പാർട്ടി വെയറായി. അത് എന്നാ പറയുന്നത്, നമുക്ക് ബോഡിക്കൊട്ടും ബുദ്ധിമുട്ടില്ല. നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഇത്ര രൂപയെ പോകുന്നുള്ളൂ. നമ്മൾ ഒരു സാരി എത്ര പ്രാവശ്യം ഉടുക്കും? കൂടി വന്നാൽ 4 പ്രാവശ്യം അല്ല 5 പ്രാവശ്യം. അത് കഴിഞ്ഞാൽ ഉടുക്കത്തേയിൽ. ഇപ്പോഴത്തെ കാലത്ത് ഒരു സ്ഥിരം ജോലിക്ക് സ്ഥിരം പോകുന്നവരാണെങ്കിൽ പോലും ഒരു ചുരിദാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ഇടും അല്ലേ? മടിയല്ലേ? അപ്പോൾ അതൊന്നും പഴയതായി എന്ന് എൻ്റെ തോന്നില്ല. അപ്പോൾ ഒത്തിരി പൈസ കൊടുത്ത് 1 2 വാങ്ങിക്കുന്നതിലും നല്ലത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് കുറച്ച് ചുരിദാർ സെറ്റ് കാണാം.
ഇനി നമുക്കേ ഒരു ഞാനിപ്പം ജൂട്ടസർ എന്ന് പറഞ്ഞില്ലേ, ഈ ജൂട്ടസർ ഇപ്പോൾ ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജൂട്ടിനും ടസറിനും അതുപോലെ ഡിമാൻഡാണ്. എല്ലാവർക്കും അഫോർഡബിൾ അല്ല, അത്രയും റേറ്റിൽ വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയായിട്ട് വരുന്ന സാധനങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ടസറിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ റേറ്റും കൊടുക്കണം, അതുപോലെ പരിപാലിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കാശ് പോകും. 1-2 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ ഇതിലിൻ്റെ എല്ലാം പോകാൻ തോന്നും, പ്യുവറായിട്ടുള്ളതിന്. അതുകൊണ്ട് പക്ഷേ അത് ഇട്ടതാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ജൂട്ട് ടസറിന് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ്. അതിൻ്റെ ചുരിദാർ സെറ്റ് ഇറങ്ങുന്നുണ്ട്, അതാണിത് കണ്ടോ. അതാണ് സ്റ്റഫ്, ഇതാണ് ലൈനിങ് വെച്ച് വേണം തയ്ക്കാൻ. ഇതിൻ്റെ യോക്ക് പാർട്ട് വരുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ ഒരു ചെറിയ സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്ത് മുന്താണിയല്ല, ബോട്ടം വന്നിട്ട് ഇങ്ങനെ, ഇതാണ് ബോട്ടം. താഴെ ഇങ്ങനെ ഈ ദാമൻ പോർഷനിൽ ഇങ്ങനെ ഒരു ചെറിയ പ്രിൻ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഷോളായിട്ട് വരും. ഇതാണ് ഡ്രസ്സ്. നല്ലൊരു ഭംഗി. അതിൽ ഒരു ബുട്ട പോലെ പോകുന്നുണ്ട്, കൂടിയല്ലേ ഉണ്ടോ, ഇങ്ങനെ ഒരു ബൂട്ട പോലെ പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. മൊത്തം മൂടിയിട്ട് കാണിച്ചാൽ എങ്ങനെയാണ് കോമ്പിനേഷൻ മനസ്സിലാവും അല്ലേ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കേട്ടോ, ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ്. ഇച്ചിരി പ്രായമായിട്ടുള്ളവർക്ക് ചുരിദാർ ഇടുന്നവർക്കും ഉപയോഗിക്കാം, കൊച്ചു പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാം, നമുക്ക് സാധാരണ വർക്കിംഗ് വിമൻസിനും ഒക്കെ പറ്റും. അതിൻ്റെ കളർ ചേഞ്ചസ് ഞാൻ കാണിക്കാം. ബോട്ടം വരുന്ന ഇതാണ് കോട്ടൻ്റെ ബോട്ടം. വിത്ത് ലൈനിങ് ഇല്ല, ലൈനിങ് സെപ്പറേറ്റ് നമ്മൾ വാങ്ങിക്കണം. ഇതാ ഇതിൻ്റെ അടുത്ത കളർ വരുമ്പോൾ ഇങ്ങനെ വരും. ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ വരും കണ്ടോ. ഇത് ദുപ്പട്ടയുടെ അടിഭാഗം, ഇത് ബോഡി, ബോട്ടം ഇത് കളറിലാണ് വന്നിരിക്കുന്നത്. അടുത്തത് ഗ്രീൻ ഫിഷ് ഷെയ്ഡ്. ദുപ്പട്ട ഇങ്ങനെ വരും കണ്ടോ. ദാമൻ പോർഷനിൽ ഇങ്ങനെ വരും. ഇവിടെ ബ്ലൂ ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും. നല്ല ഭംഗിയുണ്ട്, നല്ല ഒരു എന്നാ പറയുന്നത്, അത് ഈ ചിലർക്ക് ഈ ജൂട്ടിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് കാണിക്കുന്നത് കുറച്ച് റേറ്റ് ഉള്ളത്. നമുക്ക് ഇപ്പം ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടെ ഈ ബുട്ടിക്ക് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് റേറ്റാണ്, എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്. നമുക്ക് അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ചുരിദാർ സെറ്റൊക്കെ ആണെങ്കിൽ ഒരു 450-550 ഒക്കെ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് 5000, 6000, 7000 റേറ്റ് വരെ ഉള്ളതുണ്ട്. അത് എന്നും ഇപ്പം ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് എല്ലാം വില കൂടിയത് മാത്രമേ ഉള്ളൂ. വില കൂടിയത് വില എനിക്കറിയത്തില്ല സത്യം പറയാം. ബനാറസിക്ക് കുറച്ച് റേറ്റ് കാണും, ഓബിയസ്ലി ബനാറസിക്ക് കുറച്ച് റേറ്റ് കാണും. ബനാറസിയാണല്ലോ ഇപ്പോൾ താരം. എല്ലാവർക്കും ചുരിദാർ എന്ന് പറഞ്ഞ് ഫങ്ഷൻ വെയർ എന്ന് പറഞ്ഞാൽ ബനാറസിയാണ് താല്പര്യം. അപ്പം ബനാറസിയുടെ ഒരു നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ബനാറസിയുടെ മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡൽ വന്നപ്പോൾ ഞാനങ്ങ് കാണിക്കാം. ബനാറസിയാണ് ഐറ്റം, ബനാറസി സിൽക്ക്. ഇതിപ്പം വന്നിട്ട് ഇങ്ങോട്ട് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് ടോപ്പും ബോട്ടും എല്ലാം കൂടെ ഒന്നിച്ചാണ്. അപ്പോൾ കയ്യെ പിടിപ്പിക്കാനായിട്ട് ഇത് കണ്ടോ, കൈയുടെ അറ്റത്ത് വെക്കാനായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ഇത്ര തന്നെയാണ്. ഇനി ഷോള് വിത്ത് ലൈനിങ്ങും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കേട്ടോ. വർക്കെന്ന് പറയുന്നത് ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ വരും. ബനാറസിയുടെ തന്നെയാണെന്ന് തോന്നുന്നു ബോട്ടം വന്നിരിക്കുന്നത്. ഷോൾ വന്നിട്ട് ഇങ്ങനെ അതുപോലെ തന്നെ വർക്ക് ഇതുണ്ട്. ഷോൾ കൊണ്ട് ഒരു ടോപ്പ് തയ്ക്കാം. ഇതാണ് ഷോള്. ആ ഒരു പ്രിൻ്റ് ഷോളെ കൂടെയും പോയിട്ടുണ്ട്. നല്ല വീവിങ്ങും കാര്യങ്ങളും ഒക്കെ. വീവിങ് ആട്ടോ, പ്രിൻ്റ് അല്ല, വീവിങ് ആണ്. അതുകൊണ്ട് തന്നെ റേറ്റ് വ്യത്യാസപ്പെടും. വീവിങ് ആണ്, ബനാറസിയാണ് ഐറ്റം. നല്ല പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റും. അടുത്ത കളറ് ഈ ഒരു കളർ, ഒരു സൈസ് ബ്രിക്ക് കളർ, അല്ലെ മണ്ണിൻ്റെ ഒക്കെ കളർ എന്നൊക്കെ പറയല്ലേ, അത് വരും. ഷോൾ ഇത് തന്നെ മുമ്പേ കാണിച്ചു തന്നെ. കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം, വേറൊന്നും വ്യത്യാസമില്ല. ഇതിപ്പോൾ ഗോൾഡ് ആണോ സിൽവർ ആണോ, ഗോൾഡും അല്ല സിൽവറും അല്ല, ഈ കളർ ഏതാ നമുക്ക് ബോഡിക്ക് വരുന്ന കളർ ഏതാണോ അതാണോ അതുമായിട്ട് കോമ്പിനേഷൻ ചെയ്തിട്ടാണ് ഇവിടെ വീവിങ് ചെയ്തിരിക്കുന്നത്. ഒരു ടീൽ ബ്ലൂവിൻ്റെ അല്ലെങ്കിൽ നേവി ബ്ലൂവിൻ്റെ ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ. ബ്ലാക്ക് ആണെന്ന് ചിലപ്പോൾ തോന്നും, ബ്ലാക്ക് അല്ല, പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു കളറാണ് കേട്ടോ.
അടുത്തത് വയലറ്റ് ഷെയ്ഡ് വരുമ്പോൾ ഈ തീപ്പട്ടി കളർ എന്നൊക്കെ പറയുകയല്ലേ, അതുപോലത്തെ കളറ് ഇത് വരും. ഷോളയിലും ആ ഒരു സംഭവങ്ങളും ബൂട്ടാസും ഉണ്ട്. ഇങ്ങനെ ഇതുകൊണ്ട് ബോഡിയിലും ബൂട്ടാസും ഉണ്ട്. ഈ അവിടെ ഇങ്ങനെ ബൂട്ടാസ് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ്, ആ പാർട്ടി ടച്ച് കിട്ടുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്